അപ്പോൾ ഇന്ന് വൈകിട്ടത്തേന് ചിക്കൻ കറി വെച്ചാലോ. അപ്പോൾ അതിലേക്കായിട്ട് നമ്മുടെ കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ചതച്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ഒരു 7-10 ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് മൂത്തപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച പേസ്റ്റും നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്കായിട്ട് കുഞ്ഞുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ സവോള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വഴറ്റിയതിന് ശേഷം പൊടികളായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് എണ്ണ തെളിയുന്നിടം വരെ വഴറ്റി എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. എന്നതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ആവശ്യത്തിന് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ കശുവണ്ടി അരച്ചത് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ചിക്കൻ കറി സെറ്റാണ് കേട്ടോ.